ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെന്നൈയിലുള്ള ദക്ഷിണ ചിത്ര എന്ന ഒരു കൺസ്ട്രക്ഷൻ എക്സിബിഷൻ നടത്തുന്ന ഒരു പ്ലേസിലാണ്. ദക്ഷിണ ചിത്ര ചെന്നൈയിലാണ്. അപ്പോൾ നമ്മളത് ഫാമിലി ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദക്ഷിണ ചിത്രയുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒത്തിരി കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ, ഹാൻഡ് മെയ്ഡായിട്ടുള്ള ജ്വല്ലറീസ് എല്ലാം കാണാൻ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ബ്രാഹ്മിൺ ഹൗസിലാണ്. അപ്പം നമുക്കത് എന്തെല്ലാം അവിടെ കാണാം. അവരുടെ മച്ച് ഇപ്പോൾ ഉള്ള പിള്ളേർ കണ്ടിട്ടുണ്ടാവില്ല. മച്ച്, പണ്ടത്തെ ടൈപ്പ് ഡോറുകൾ, ഫ്ലോറിങ്, അവരെന്തൊക്കെ ടൈപ്പ് പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു, അവരുടെ കിച്ചൺ എങ്ങനെയായിരുന്നു, അതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പല സൗത്ത് ഇന്ത്യ എക്സിബിഷനാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. കർണാടകയിലെ വാസ്തു തച്ചുശാസ്ത്രവിദ്യ, തമിഴ്നാട്, ആന്ധ്ര, കേരളം, അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് അവിടെ കാണാൻ പറ്റുക. ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ഡിഫറെൻറ്റ് ഓൾഡ് കൺസ്ട്രക്ഷൻ എക്സിബിഷനാണ്. ഓരോ ഭവനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു എക്സിബിഷനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പം നമുക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും. അതായത് പല ടൈപ്പ് വീടുകൾ, ഹട്ടുകൾ, ഓരോ ടൈപ്പ് ക്രിസ്ത്യൻ ഭവനങ്ങൾ, ഹിന്ദു ഭവനങ്ങൾ, മുസ്ലിം ഭവനങ്ങൾ, അങ്ങനെ ഒത്തിരി വീടുകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കയറി ചെല്ലുന്ന ഒരു ബ്രാഹ്മൺ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ മെയിനായിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് ഈ ഒരു സന്ദർശനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അവരെങ്ങനത്തെയൊക്കെ പാത്രങ്ങളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ അനുഭവമാണ്. അവർ ഈ പഴയ ടൈപ്പ് വീടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇതെല്ലാം പണ്ടത്തെ ഭാരത പാരമ്പര്യം എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെട്ടിനാട് ഭവനങ്ങൾ, കുടിലുകൾ, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള ഈ 4 സംസ്ഥാനത്തിൽ വരുന്ന പല ടൈപ്പ് പഴയ ഭവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വേറിട്ടൊരു അനുഭവമാണ്. ഇപ്പോൾ ഈ ചെട്ടിനാട് ഭവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി രസമാണ് കാണാനായിട്ട്. കയറി ചെല്ലുമ്പോൾ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ആ ഒരു വാസ്തുവിദ്യ, അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് അവിടെയുണ്ട്. അവർക്ക് വേണ്ടി ഒരു ചെറിയ പാർക്കുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ട്യൂസ്ഡേ അവധിയായിരിക്കും. അപ്പം